Good morning. Greet you in Jesus' name. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 30 നമ്മൾ വായിച്ചത്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, കർത്താവ് വിളിച്ചവരെ കർത്താവ് നീതീകരിച്ചവരെ കർത്താവ് തന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇതിനകത്ത് നോക്ക്, കർത്താവ് ചെയ്യുന്നത്. ഇനി അടുത്ത് താഴോട്ട് വായിക്കാം. 31. ഇതിനെക്കുറിച്ച് നാം എന്താ പറയേണ്ടത്? കർത്താവിൻ്റെ ഒരു കാര്യം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചോളം അവന് പുകഴാനൊന്നുമില്ല. അവൻ്റെ ജീവിതത്തിൽ ചെയ്ത് മുഴുവൻ കർത്താവാണ്. അതേസമയം ഒരു ലീഗലിസത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ചട്ടപ്രകാരം നിൽക്കുക, നിയമപ്രകാരം നിൽക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ അഭിമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം അവരവരുടെ സ്വന്തം ശക്തി നിൽക്കുക. സ്വന്തം ശക്തി നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ തെറ്റിപ്പോയല്ലോ, അയ്യോ അതെനിക്ക് പറ്റിപ്പോയല്ലോ, എപ്പോഴും കുറ്റബോധം. എങ്ങനെ ആ ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നത്? കർത്താവിൻ്റെ സ്നേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ സ്നേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുഭവിക്കണമെങ്കിൽ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് വേണം. എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും. ദൈവത്തെക്കാൾ ശക്തനായിട്ട് ആരും ഉണ്ടോ? പല ആൾക്കാരും പിശാചിനെ വലിയ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ ശക്തനാണ് പിശാചിന് തോന്നും. പിശാച് നിങ്ങളെ പിടിക്കും, പിശാച് അടിക്കും, പിശാചിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിശാചിന് ശക്തിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ദൈവത്തിൻ്റെ കൂടെ ദൈവമാണ്. അതാ പറഞ്ഞത്, ദൈവം നമ്മുടെ പക്ഷത്തിൽ ആരും നമുക്ക് എതിർ നിൽക്കും. ഇനി 32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനായിരുന്നു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വാല്യൂ. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. ആ സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി തന്നവൻ, പിതാവിൻ്റെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. അതിലും വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുപോലും നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് എന്തെങ്കിലും നമ്മൾ പേ ചെയ്യും. പല ആൾക്കാരുണ്ട് പേ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് ആ പഴയ നിയമത്തിൻ്റെ അനുഷ്ഠാനം അതിപ്പോഴും പലരും കാണിക്കാറുണ്ട്. നേർച്ച കാഴ്ചകൾ, അല്ലെങ്കിൽ ഉരുളുക, അല്ലെങ്കിൽ വലിയ ഭാരം എടുത്തുകൊണ്ട് വീരത്ത് നടക്കുക, അങ്ങോട്ട് പേ ചെയ്യും. ഡെഡ് വർക്കായിട്ട് ഡെഡ് വർക്ക്. ഇത് മുഴുവൻ സൗജന്യമായിട്ട് തന്നേക്കുന്നു. അതല്ലേ പറയുന്നത്, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് സൗജന്യമായിട്ട് തരാതിരിക്കുമോ? എന്ന് പറഞ്ഞാൽ മുഴുവൻ ആത്മീയദാനങ്ങളും കർത്താവിൻ്റെ മുഴുവൻ കൃപയും നമുക്ക് സൗജന്യമായിട്ട്, അവകാശങ്ങൾ സൗജന്യമാണ്. നമ്മളാൽ ഡോണ്ട് ട്രൈ ടു പേ ഓഫ്. കർത്താവിൻ്റെ ടിപ്പ് ചെയ്യാൻ നോക്കല്ലേ. നമ്മൾ സ്വതന്ത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ, അല്ലല്ലേ ഇതിന് പകരമല്ല അത് കേട്ടോ. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് കേട്ടായിരുന്നു, ദൈവം നമ്മൾ ചെയ്യാൻ വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യും പരിശുദ്ധാത്മൻ്റെ സഹായത്തോടെ. അല്ല ഇതിന് പകരമല്ല ഒന്നും. അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. ഞാൻ കുറേ കൊടുത്തതാണ്, കർത്താവിന് വേണ്ടി ഞാൻ പലതും ചെയ്തതാണ്. കർത്താവ് മുഴുവൻ സൗജന്യമായിട്ട്, യേശുക്രിസ്തുവിനെ സൗജന്യമായിട്ട് അന്ന് അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവല്ല വല്ല ആണോ? നത്തിങ്. ഞാനൊരു എക്സാമ്പിൾ പറയും. ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം അത് എനിക്ക് സൗജന്യമായിട്ട് കിട്ടിയത്, എനിക്ക് അവകാശമായിട്ട് പിതാവ് എഴുതി. അപ്പോൾ ഈ സ്ഥലമല്ല എനിക്ക് എഴുതി തന്നു കഴിയും. ഞാൻ ചെന്ന് അച്ചാച്ചനോട് ഇരിക്കും, അച്ചാച്ച അതിനകത്ത് ഇരിക്കുന്ന ആ ഞാൻ മുറിച്ചോട്ടെ, വട്ടമരം ഞാൻ മുറിച്ചോട്ടെ, എനിക്കത് തരാമോ എന്ന് ചോദിക്കുന്നത് വല്ലർത്ഥവും. കാരണം ഈ സ്ഥലം വാല്യുബിളാണ്, പ്രഷ്യസാണ്. അതിനകത്ത് വരുന്ന ചെറിയൊരു സാധനമാണ് ഈ വട്ടമരം എന്ന് പറയുന്നത്, ഒരു വില കുറഞ്ഞൊരു സാധനം. എന്നെ സംബന്ധിച്ചുള്ള ഈ സ്ഥലത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് വട്ടമരമെങ്കിലോ എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പിതാവായ ദൈവം ഏറ്റവും പ്രഷ്യസ്. പിതാവിനെ സംബന്ധിച്ചുള്ള ഒന്നും പ്രഷ്യസ് അല്ല. ഈ നമ്മളീ പറഞ്ഞ ഡയമണ്ട്സോ അല്ലെങ്കിൽ ഗോൾഡോ പേൾസോ ഒന്നും പിതാവിനെ സംബന്ധിച്ചുള്ള പ്രഷ്യസ് അല്ല, അല്ല പൈസയൊന്നും. കാരണം പിതാവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ടാവും, ഒരു മെനക്കാടുകൾ. പക്ഷെ പിതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു സ്വന്തം പുത്രനായ ആദ്യജാതന ജീസസ് ക്രൈസ്റ്റ്. അത് ഇച്ചിരി വേദന ഉണ്ട്, ഇച്ചിരിയല്ല, ചങ്ക് പൊട്ടിക്കാണും. ക്രൂശി കിടക്കുന്ന കാണും, അടികൊള്ളുന്ന കാണും. എങ്ങനെ നടന്ന വ്യക്തിയെ കൂടെ ഇരുന്നതാണ്. അപ്പം അതുപോലും ആ യേശുക്രിസ്തുവിനെ പോലും നമുക്ക് തന്നെങ്കിൽ നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വട്ടമരം പോലെയല്ല. അതാ ഇവിടെ പറയുന്നത്.
സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അബ്രഹാം ചെയ്തതാണ് അല്ലേ? അബ്രഹാമിൻ്റെ അനുസരണം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. He trusted Lord so much that he was ready to do anything God had told him. നമുക്ക് ഈ ഒരു മൈൻഡ് വന്നിട്ടുണ്ട്. എന്നാ വരുന്നത്? നമ്മൾ പലതും ഇന്ന് വിട്ടു കളഞ്ഞിട്ടുണ്ട്. പിതാവും അല്ലെങ്കിൽ യേശുക്രിസ്തുവും കൂടെ പരിശുദ്ധാവും നമ്മളോട് എത്രയോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവിനെ അനുസരിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എത്രയോ കാര്യങ്ങൾ മാറ്റിക്കളയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുമോ? കാരണം അപ്പം നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷൻ ഒരു വിഷയമാണ്. നമുക്ക് ദൈവത്തെ അത്ര വിശ്വാസമല്ല. നമുക്ക് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്തെയും നമ്മുടെ പൊസിഷനെയും നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമുക്ക് അതിലും ട്രസ്റ്റ്. അയ്യോ അവർ മാറ്റി നിർത്തിയല്ലോ, അവരെന്നെ തള്ളിക്കളഞ്ഞാലോ, അല്ല എനിക്കിനി വർക്ക് കിട്ടാതെ വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് ഒരു എന്നെ മരിച്ചു കഴിയുമ്പോൾ എന്നെ അടക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലോ. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഓർത്തോണം കേട്ടോ, ട്രസ്റ്റ് ചെയ്യും. കർത്താവിനറിയാം ബാക്കി ചെയ്യാൻ. നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കില്ലേ. പൂർണ്ണ നിയന്ത്രണം കർത്താവിൻ്റെതാണ്. കർത്താവിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അതായിരുന്നു അബ്രഹാമിൻ്റെ ഉറപ്പും ധൈര്യവും. അഥവാ ഞാൻ ഇസാഖിനെ ബലിയർപ്പിച്ചാൽ ആ ഇസാഖിനെ തന്നെ വേണം ഉയർപ്പിച്ച് തരാം എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവിന്.